students, welcome to Let's Learn Smart CMA. ഇത് നമ്മുടെ പാർട്ട് 5 വീഡിയോ ആണ് മെറ്റീരിയൽ കോസ്റ്റിൻ്റെ. ഇതിൽ നമ്മൾ കുറച്ച് തിയറി പോർഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, മെറ്റീരിയൽ സ്റ്റോറേജ് ആൻഡ് കൺട്രോൾ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കുന്നത് മെറ്റീരിയൽ സ്റ്റോറേജ് ആൻഡ് കൺട്രോൾ ആണ്. നമുക്ക് നോക്കാം. വൺസ് ദ മെറ്റീരിയൽ ഇസ് റിസീവ്ഡ്, ഇറ്റ് ഇസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ സ്റ്റോർസ് ഇൻ ചാർജ് ടു എൻഷുർ ദാറ്റ് മെറ്റീരിയൽ മൂവ്മെൻറ്റ്സ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് സ്റ്റോർസ്. ഓക്കെ, അതായത് നമ്മുടെ മെറ്റീരിയൽ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോർസ് ഇൻ ചാർജിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ആ മെറ്റീരിയലിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയൊക്കെയാണ്, എവിടേക്കൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നത്. ആർക്കാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി? സ്റ്റോർസ് ഇൻ ചാർജാണ്. Okay, then stores in charge is responsible for proper utilization of storage space and exercise better control over the material in the stores to ensure that the material is well protected against all losses such as theft, pilferage, fire, misappropriation, etc. എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ സ്റ്റോർസ് ഇൻ ചാർജിൻ്റെ ഹോൾ സ്റ്റോർസ് ഇൻ ചാർജിനാണ് ഇതിനെ പറ്റിയുള്ള ഹോൾ റെസ്പോൺസിബിലിറ്റി. നമ്മൾക്ക് കിട്ടുന്ന മെറ്റീരിയൽസ് സ്റ്റോറേജ് ആയിട്ട്, അതായത് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതിനുള്ള സ്പേസ് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന കാര്യങ്ങളായാലും അതിൻ്റെ ബാക്കിയുള്ള കൺട്രോൾ കേസസ് ആയാലും, അതായത് ഇപ്പോൾ എന്തെങ്കിലും തെഫ്റ്റോ അല്ലെങ്കിൽ എന്താ പറയുക, തെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ കട്ടുകൊണ്ട് പോകുന്ന അവസ്ഥകൾ, അല്ലെങ്കിൽ മെറ്റീരിയൽ കാണാണ്ടാവുക, മെറ്റീരിയലിന് തീ പിടിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ വെൽ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം നമ്മുടെ മെറ്റീരിയൽ. അപ്പോൾ ഇതൊക്കെ നോക്കി നടത്തേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? സ്റ്റോർസ് ഇൻ ചാർജാണ്. അതാണ് മെയിനായിട്ട് മെറ്റീരിയൽ സ്റ്റോറേജ് ആൻഡ് കൺട്രോളിൽ പറയാനുള്ളത്. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാവുന്നത് ഡ്യൂട്ടീസ് ഓഫ് സ്റ്റോർ കീപ്പർ. ഒരു സ്റ്റോർ കീപ്പറിന് എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് വരുന്നത്, അയാൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ടു എക്സസൈസ് ജനറൽ കൺട്രോൾ ഓവർ ഓൾ ആക്ടിവിറ്റീസ് ഇൻ സ്റ്റോർസ് ഡിപ്പാർട്ട്മെൻറ്റ്. സ്റ്റോർസ് ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ കാര്യങ്ങളുടെയും കൺട്രോൾ ആരുടെ കയ്യിലാണ്? നമ്മുടെ സ്റ്റോർ കീപ്പറിൻ്റെ കയ്യിലാണ്. ടു എൻഷുർ സേഫ് സ്റ്റോറേജ് ഓഫ് ദ മെറ്റീരിയൽസ്. നമ്മളിവിടെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പറഞ്ഞു സ്റ്റോർസ് ഇൻ ചാർജിനാണ് ഈ ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ളതെന്നൊക്കെ പറഞ്ഞു. മെറ്റീരിയൽസ് സേഫായിട്ട് സ്റ്റോർ ചെയ്യാനുള്ള മെയിനായിട്ടുള്ള ഡ്യൂട്ടി ആരുടെയാണ്? സ്റ്റോർ കീപ്പറിൻ്റെയാണ്. ഓക്കെ, ടു മെയിൻറ്റെയിൻ പ്രോപ്പർ റെക്കോർഡ്സ്. സ്റ്റോറിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും പ്രോപ്പർ റെക്കോർഡ്സ് കീപ്പ് ചെയ്യണം. ടു ഇനീഷ്യേറ്റ് പർച്ചേസ് റിക്വസിഷൻസ്. ഓക്കെ, ആവശ്യമുള്ള മെറ്റീരിയലിൻ്റെ പർച്ചേസ് റിക്വസിഷൻസ് ആരാണ് ചെയ്യേണ്ടത്? സ്റ്റോർ കീപ്പറാണ്. പർച്ചേസ് റിക്വസിഷനൊക്കെ എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അത് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആ ഒരു പാർട്ടിൻ്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഓക്കെ, ടു ഇനീഷ്യേറ്റ് ദ ആക്ഷൻ ഫോർ സ്റ്റോപ്പേജ് ഓഫ് ഫർദർ പർച്ചേസിങ്. ഓക്കെ, അതായത് ഫർദർ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ടുള്ള, ഓക്കെ, the whole sentence നമുക്കൊന്ന് വായിച്ചു നോക്കാം. To initiate the action for stoppage of further purchasing when the stock level approaches the maximum level. അതായത് ഒരു സ്റ്റോറിന് ഒരു മാക്സിമം ലെവലും മിനിമം ലെവലൊക്കെ ഉണ്ട്. അത് നമ്മൾ സ്റ്റോക്ക് ലെവലിൽ പഠിക്കും. എങ്കിലും ഒരു മാക്സിമം ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ ഇങ്ങനെ വീണ്ടും മെറ്റീരിയൽ മേടിച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു മാക്സിമം ലെവൽ എത്തിക്കഴിഞ്ഞാൽ ഇനി സ്റ്റോക്ക് മേടിക്കേണ്ട എന്ന് പറയേണ്ട ഡ്യൂട്ടി ആരുടെയാണ്? സ്റ്റോർ കീപ്പറുടെയാണ്. ടു ഇഷ്യൂ മെറ്റീരിയൽസ് ഓൺലി ഇൻ റിക്വയർഡ് ക്വാണ്ടിറ്റീസ്. ആവശ്യാനുസരണത്തിന് മാത്രം മെറ്റീരിയൽസ് നമ്മുടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുക്കുക. ഓക്കെ, ടു ചെക്ക് ആൻഡ് റിസീവ് പർച്ചേസ്ഡ് മെറ്റീരിയൽസ് ആൻഡ് അറേഞ്ച് ഫോർ സ്റ്റോറേജ് ഇൻ അപ്രോപ്രിയേറ്റ് പ്ലേസസ്. കിട്ടിയ മെറ്റീരിയൽസ് പ്രോപ്പർലി ചെക്ക് ചെയ്യുക, അത് റിസീവ് ചെയ്തിട്ട്. ഓക്കെ, റിസീവ് ചെയ്ത് കഴിയുമ്പോൾ അത് ചെക്ക് ചെയ്യുക പ്രോപ്പർലി ആൻഡ് സ്റ്റോറേജിൽ, അതായത് സ്റ്റോറിൽ പ്രോപ്പർ പ്ലേസസിൽ, അത് അപ്രോപ്രിയേറ്റ് പ്ലേസസിൽ അറേഞ്ച് ചെയ്ത് വെക്കുക. ഇത്രയും ഡ്യൂട്ടീസാണ് നമ്മുടെ സ്റ്റോർ കീപ്പറിന് ഉള്ളത്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് സ്റ്റോർസ് ആണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്കൊരു സംഭവം കാണാം. ഇത് ഞാനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ പറയാൻ വേണ്ടിയിട്ട് ഒരു ഫിഗർ വരച്ച് വെച്ചതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ വലിയ തിയറീൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ജസ്റ്റ് വരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യം പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതൊന്ന് ഓർമ്മയിൽ വരാനായിട്ടൊക്കെ ഹെൽപ്ഫുൾ ആവും. ഓക്കെ, ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് സ്റ്റോർസ്. സ്റ്റോർസ് എന്ന് പറയുന്നത് 3 തരംതിരിച്ചിട്ടുള്ളത്. 3 ക്ലാസ്സസ് ഓഫ് സ്റ്റോർസ് ആണുള്ളത്. സെൻട്രൽ, ഡീസെൻട്രലൈസ്ഡ്, സബ് സ്റ്റോർ ഓർ ഇംപ്രസ് സ്റ്റോർ. ഓക്കെ, 3 സെൻട്രൽ, ഡീസെൻട്രലൈസ്ഡ്, സബ് സ്റ്റോർ അല്ലെങ്കിൽ ഇംപ്രസ് സ്റ്റോർ. ഓക്കെ, സെൻട്രലൈസ്ഡ് സ്റ്റോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊന്ന് വായിച്ചു നോക്കാം. ദ യൂഷ്വൽ പ്രാക്ടീസ് ആൻഡ് മോസ്റ്റ് ഓഫ് ദ കൺസേൺസ് ഇസ് ടു ഹാവ് എ സെൻട്രൽ സ്റ്റോർ. മിക്ക സ്ഥലങ്ങളിലും സെൻട്രൽ സ്റ്റോർ ആണ് ഉണ്ടാവുക. സെപ്പറേറ്റ് സ്റ്റോർ ആർ നോട്ട് പോപ്പുലർ ബിക്കോസ് ഓഫ് ദ ഹെവി എക്സ്പെൻഡിച്ചർ. ഓക്കെ, ഇവിടെ ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത് മാത്രമാണ് വായിക്കുന്നത്. ഓക്കെ, അത് അധികം പോപ്പുലർ അല്ല. കാരണം എന്താണ്? സെപ്പറേറ്റ് സ്റ്റോർ ഉണ്ടാകുന്നത് അത്ര പോപ്പുലർ അല്ല. സെൻട്രൽ സ്റ്റോറാണ് മിക്കയിടത്തും ഫോളോ ചെയ്യുന്നത്. കാരണം സെപ്പറേറ്റ് സ്റ്റോർ വരുത്തി കഴിഞ്ഞാൽ അത് ഹെവി എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്യുമെന്നാണ് പറയുന്നത്. ഇൻ കേസ് ഓഫ് സെൻട്രലൈസ്ഡ് സ്റ്റോർസ്, മെറ്റീരിയൽസ് ആർ റിസീവ്ഡ് ബൈ ആൻഡ് ഇഷ്യൂഡ് ഫ്രം വൺ സ്റ്റോർസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഓൾ മെറ്റീരിയൽസ് ആർ കെപ്റ്റ് അറ്റ് വൺ സെൻട്രൽ സ്റ്റോർ. ഓക്കെ, ഒരൊറ്റ സ്റ്റോറേ ഉണ്ടാകുള്ളൂ, ഒരൊറ്റ സെൻട്രൽ സ്റ്റോറേ ഉണ്ടാകുള്ളൂ. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു ജോബ് ചെയ്യാനായിട്ട് കുറേ സൈറ്റുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ S1, S2, S3 എന്നൊക്കെ പറയുന്നത് ഓരോ സൈറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഓരോ സൈറ്റിലേക്കും ആവശ്യമുള്ള മെറ്റീരിയൽസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് ഒരൊറ്റ സ്റ്റോറിലാണെന്ന് വിചാരിക്കാം. അതിനെ നമുക്ക് സെൻട്രൽ സ്റ്റോറിൽ നിന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഈ സെൻട്രൽ സ്റ്റോറിൽ നിന്നാണ് മെറ്റീരിയൽസ് ഇവർ റിസീവ് ചെയ്യുന്നതും
എല്ലാ കാര്യങ്ങളും നടക്കുന്നത് സെൻട്രൽ സ്റ്റോറിലാണ്. അല്ലാതെ S1 ഒരു പ്രത്യേകമായ സ്റ്റോർ, S2 ഒരു പ്രത്യേകമായ സ്റ്റോർ, S3 ഒരു പ്രത്യേകമായ സ്റ്റോർ അങ്ങനെയില്ല. ഓക്കെ, 3 പേർക്കും ഉള്ള ഒരു സ്റ്റോറാണ് ഈ സെൻട്രൽ സ്റ്റോർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് സെൻട്രലൈസ് സ്റ്റോഴ്സ് ആണ്. അത് വേഗം പറഞ്ഞു പോവാം, നമുക്ക് ഇപ്പോൾ മനസ്സിലാവും പെട്ടെന്ന്. കാരണം ഒറ്റ സെൻട്രൽ സ്റ്റോർ ഉള്ളെങ്കിൽ അവിടെ നല്ല കൺട്രോൾ ഉണ്ടാകും. അതുപോലെ തന്നെ നല്ല രീതിയിൽ സൂപ്പർവിഷൻ ഉണ്ടാകും. എഗെയിൻ ഒറ്റ സ്റ്റോറുള്ള കാരണം തന്നെ ഇക്കണോമിക്കലി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. 2 or 3 സ്റ്റോറിന് ആവശ്യമുള്ള സാധനം വേണ്ട, ഒരു സ്റ്റോറിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം മതിയാവും. ഓക്കെ, അതുപോലെ തന്നെ സെൻട്രലൈസ്ഡ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റം. അത് ഞാൻ കണക്ഷനുള്ള പോയിന്റ്സ് നമ്മളിങ്ങനെ പറയുന്നതാണ്. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് പറയാത്തത് അതുകൊണ്ടാണ്. കണക്ഷനുള്ള പോയിന്റ്സ് ഒരുമിച്ച് പറയുന്നതാണ്. അഗൈൻ എക്കോണമൈസിങ് ഓൺ സ്പേസ്, പേഴ്സണൽ ആൻഡ് എക്യുപ്മെൻറ്റ്സ്. ഓക്കെ, പല എക്യുപ്മെൻറ്റ്സ് ഒന്നും ആവശ്യം വരില്ല. ഓക്കെ, ഒറ്റ എക്യുപ്മെൻറ്റ് മതിയാകും ചിലപ്പോൾ ഒരൊറ്റ സ്റ്റോറിന്. ഓക്കെ, അപ്പോൾ 3-4 സ്റ്റോറിന് ആവശ്യമുള്ള സാധനങ്ങൾ പലതും നമുക്ക് കുറച്ച് ഇക്കോണമിക്കലായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ സെൻട്രലൈസ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റം. നമുക്കറിയാം, ഒരു മെറ്റീരിയൽ ഒരു പ്രോഡക്റ്റായിട്ട് മാറണമെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയൽ നമുക്ക് ആ ഒരു സ്റ്റോറിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കണമെങ്കിൽ അത് പല പല സ്റ്റേജസിലൂടെ കടന്നു പോകുന്നുണ്ടാവും. ഓക്കെ, പ്രൊഡക്ഷൻ അല്ല സ്റ്റോറിൽ നടക്കുന്നത് നമുക്കറിയാം. ഓക്കെ, ആ ഒരു സ്റ്റോറിൽ നിന്ന് ആ ഒരു പുറത്തേക്ക് അത് കൊണ്ടുവന്ന് ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ആ സ്റ്റോറിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് എത്താൻ തന്നെ ചിലപ്പോൾ ഒത്തിരി സ്റ്റേജസ് ആ ഒരു മെറ്റീരിയൽ കടന്നു പോകുന്നുണ്ടാവും. ഓക്കെ, വലിയൊരു സ്റ്റോറൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും കടന്നു പോകുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ സൂപ്പർവൈസ്ഡ് ആയിരിക്കും, നല്ല കൺട്രോൾഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സ്റ്റോക്സ് ക്യാൻ ബി മിനിമൈസ്ഡ്. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിപ്പോൾ ഒരു സ്റ്റോറിനകത്ത് ഉറപ്പായിട്ടും നമ്മൾ എന്താ ചെയ്യുന്നത്, മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അവിടെ നമ്മളിപ്പോൾ പല സ്റ്റോഴ്സ് ആണുള്ളതെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ സ്റ്റോക്ക് ഒക്കെ, അതായത് സ്റ്റോക്ക് സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ മെറ്റീരിയൽസ് ഒക്കെ സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മൾ ഇൻഷുറൻസ് എടുക്കും അല്ലേ. അപ്പോൾ പല പല സ്റ്റോഴ്സ് ഉണ്ടെങ്കിൽ ഇതിൽ ഓരോന്നിനും നമ്മൾ ഇൻഷുറൻസ് എടുക്കേണ്ടി വന്നാൽ അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ. അതെ, അപ്പോൾ പല പല സ്റ്റോർ ഉണ്ടെങ്കിൽ പലതിനും നമ്മൾ ഇൻഷുറൻസ് എടുക്കേണ്ടി വന്നാൽ, ഇവിടെ ഇപ്പോൾ ഒറ്റ സ്റ്റോർ ഉള്ളതുകൊണ്ട് നമ്മൾ ഒരെണ്ണത്തിന് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. ദെൻ ഡിസഡ്വാൻറ്റേജസ് ഓഫ് സെൻട്രലൈസ് സ്റ്റോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മേ ഇൻക്രീസ് ബിക്കോസ് ഓഫ് ദ മൂവ്മെൻറ്റ്സ് ഓഫ് ദ സ്റ്റോഴ്സ് മേ ബി ഫോർ എ ഗ്രേറ്റർ ഡിസ്റ്റൻസ് സിൻസ് ദ സ്റ്റോറിംഗ് ഇസ് സെൻട്രലൈസ്ഡ്. ഓക്കെ, ആ ഒരു പോയിന്റും ഈ ബി പോയിന്റും നമ്മൾക്ക് എന്താ പറയുക, കണക്ട് ചെയ്ത് പറയാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഈ വരച്ച ഈ ഒരു ഫിഗറില്ലേ, നിങ്ങൾ വിചാരിക്കുക ഈ സെൻട്രൽ സ്റ്റോറിൽ നിന്ന് ഇവിടേക്ക് പോകാനായിട്ട് 20 കിലോമീറ്റർ ദൂരമുണ്ട്. ഓക്കെ, 20 കിലോമീറ്റർ ദൂരമുണ്ട്. എന്നാൽ ഇവിടേക്ക് 2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ, ഇവിടേക്ക് 3 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ സെൻട്രൽ സ്റ്റോറിൽ നിന്ന് ഈ സൈറ്റ് 1ലേക്ക് മെറ്റീരിയൽ എത്തണമെങ്കിൽ ഈ 20 കിലോമീറ്റർ കടന്നു വരണം. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഉറപ്പായിട്ടും ഇതിന് കൂടും അല്ലേ, കൂടും. അഗെയിൻ ഇവർക്ക് സൈറ്റ് 1 അർജൻറ്റായിട്ട് എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ആവശ്യം വന്നു, അപ്പോൾ ഇവർ സെൻട്രൽ സ്റ്റോറിൽ വിളിച്ച് ഈ 20 കിലോമീറ്ററും താണ്ടി ഇവിടേക്ക് എത്തണമെങ്കിൽ ഇറ്റ് ടേക്സ് ടൈം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിലേ ഉണ്ടാകാം, മെറ്റീരിയൽസ് റിസീവ് ചെയ്യാനായിട്ട് ഡിലേ ഉണ്ടാകാം. അതാണ് ആ 2 പോയിന്റിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ സെൻട്രലൈസ് സ്റ്റോർ ഉണ്ടാകുമ്പോൾ ഉള്ള 1-2 എന്താ പറയുക ഒരു ഡിസഡ്വാൻറ്റേജസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ബ്രേക്ക് ഡൗൺ ഓഫ് ഇന്റർ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം മേ ഹോൾഡ് അപ്പ് ദ എൻറ്റയർ പ്രോസസ് ആൻഡ് സിമിലർലി എ ലേബർ പ്രോബ്ലം ഇൻ ദ സെൻട്രലൈസ് സ്റ്റോർ മേ ബ്രിങ് ദ എൻറ്റയർ കൺസേൺ ടു സ്റ്റാൻഡ് സ്റ്റിൽ. ഓക്കെ, അതായത് നമ്മുടെ ഈ സെൻട്രലൈസ് സ്റ്റോഴ്സിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഓക്കെ, അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റൽ അവിടുത്തെ ലേബറിന് എന്തെങ്കിലും പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ അവിടുത്തെ ഒരു എന്താ പറയുക ഒരു 10-25 ലേബേഴ്സിന് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു, മീൻസ് അതിനകത്ത് വെച്ച് തന്നെ സ്റ്റോറിനകത്ത് വെച്ച് തന്നെ എന്തെങ്കിലും പ്രശ്നം പറ്റി, അല്ലെങ്കിൽ കുറേ ലേബേഴ്സിന് എന്തെങ്കിലും കോമൺലി എന്തെങ്കിലും പറ്റി, അപ്പോൾ അവർക്ക് അന്ന് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വാട്ട് ഹാപ്പൻസ്, ബാക്കിയുള്ള സൈറ്റ്സിന് അതിൻ്റെ എഫക്റ്റ് ചെയ്യും, അതിൻ്റെ ഒരു പ്രശ്നം എഫക്റ്റ് ചെയ്യും, അവർക്ക് സാധനങ്ങൾ കിട്ടില്ല, മൊത്തം കൺസേൺ സ്റ്റാൻഡ് സ്റ്റിൽ വരും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വൺ പറയുന്നത് ദർ ഇസ് എ ഗ്രേറ്റർ ചാൻസ് ഓഫ് ലോസസ് ത്രൂ ഫയർ, ബർഗ്ലറി ഓർ സം അതർ അൺഹാപ്പി ഇൻസിഡൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയും വലിയൊരു സ്റ്റോർ ആകുമ്പോൾ ഉറപ്പായിട്ടും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, പ്രശ്നം മീൻസ് ലൈക്ക് ഫയർ, ബർഗ്ലറി ഓർ സം അതർ അൺഹാപ്പി ഇൻസിഡൻസ്. ഓക്കെ, അപ്പോൾ തീ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു കുഞ്ഞ് സ്റ്റോറിൽ കത്തി പിടിച്ച പോലെ ആയിരിക്കില്ല വലിയൊരു സ്റ്റോറിൽ കത്തി പിടിച്ചു കഴിഞ്ഞാൽ, ഒത്തിരി നഷ്ടം ഉണ്ടാവും അല്ലേ. അപ്പോൾ അതാണ് ദർ ഇസ് ഗ്രേറ്റർ ചാൻസ് ഓഫ് ലോസസ്. ഇനി ഇറ്റ് മേ നോട്ട് ബി സേഫ് ടു ഹാവ് സം ഹസാർഡസ് എലമെന്റ്സ് ബഞ്ച് ടുഗദർ ഇൻ ദ സെൻട്രലൈസ് സ്റ്റോർസ്. ഇപ്പോൾ എന്തെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന പോലത്തെ വസ്തുക്കൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇത്രയും വലിയൊരു സ്റ്റോറിൽ ഒരുമിച്ച് വെക്കുന്നത് സേഫ് അല്ല. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഡിസഡ്വാൻറ്റേജസും സെൻട്രലൈസ് സ്റ്റോറിനുണ്ട്. ഇനി നമുക്ക് ഡീസെൻട്രലൈസ് സ്റ്റോർസ് എന്താണെന്ന് അറിയാം. സെൻട്രലൈസ് സ്റ്റോർ എന്താണെന്ന് നമുക്ക് മനസ്സിലായ സ്ഥിതിക്ക് ഡീസെൻട്രലൈസ് സ്റ്റോർ മനസ്സിലാക്കാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. ദീസ് ആർ ഇൻഡിപെൻഡൻറ്റ് സ്റ്റോർസ്. ഓക്കെ,
and are situated in various departments. Handling of stores is undertaken by the storekeeper in each department. ഓക്കെ, അതായത് ഡീസെൻട്രലൈസ് സ്റ്റോർസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സൈറ്റിനും, ഓക്കെ, ഇപ്പം നമ്മളിപ്പോൾ സൈറ്റ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഫാക്ടറി എന്നൊക്കെ പറയാം കേട്ടോ, എന്താണെങ്കിലും പറയാം. ഇപ്പോൾ ഞാൻ സൈറ്റ് തന്നെയാണ് എടുക്കുന്നത്. ഈ ഓരോ സൈറ്റിനും ഓരോ സ്റ്റോർ ഉണ്ടാകും. അതിനെയാണ് നമ്മൾ ഡീസെൻട്രലൈസ് സ്റ്റോർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെൻട്രൽ സ്റ്റോറിനെ ആശ്രയിക്കേണ്ട കാര്യമില്ല. ഇവർക്ക് ഇവിടെ നിന്ന് സാധനം എടുക്കാം, ഇവർക്ക് ഇവിടെ നിന്ന് സാധനം എടുക്കാം, ഇവർക്ക് ഇവിടെ നിന്ന് സാധനം എടുക്കാം, അങ്ങനെ. അപ്പോൾ അതാണ് ഡീസെൻട്രലൈസ് സ്റ്റോർ. അപ്പോൾ എല്ലാ ഇതും എന്തായിരിക്കും, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, ഇൻഡിപെൻഡൻറ്റ് സ്റ്റോർസ് ആയിരിക്കും. ഓരോന്നിനും സ്റ്റോർ കീപ്പർ ഉണ്ടാകും. ആൻഡ് ഇത് ഇല്ലാത്തതിനുള്ള ഒരു കാരണം, അല്ലെങ്കിൽ സെൻട്രലൈസ് സ്റ്റോറിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ഡീസെൻട്രലൈസ് സ്റ്റോറാണ്. പക്ഷേ ഇത് അൺകോമൺ ആവാനുള്ള റീസൺ എന്താണ്? ഇറ്റ് ഹാസ് ഹെവി എക്സ്പെൻഡിച്ചർ ആണ് അതിന് വരുന്നത്. അതുകൊണ്ടാണ് മിക്ക സ്ഥലങ്ങളിലും സെൻട്രലൈസ് സ്റ്റോർ ഉള്ളത്, ഡീസെൻട്രലൈസ് സ്റ്റോർ ഇല്ലാത്തത്. ഇനി അടുത്തൊരു സംഭവമാണ് സെൻട്രൽ സ്റ്റോർസ് വിത്ത് സബ് സ്റ്റോർസ്. ഇതിനെയാണ് നമ്മൾ പറഞ്ഞത് ഇംപ്രസ് സ്റ്റോർസ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നു പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെൻട്രലൈസ്ഡിൻ്റെയും ഡീസെൻട്രലൈസ്ഡിൻ്റെയും ഒരു മിക്സ് ആണ്. നമുക്ക് വായിച്ചു നോക്കാം. ഇൻ ലാർജ് ഓർഗനൈസേഷൻസ്, ഫാക്ടറീസ് ഓർ വർക്ക്ഷോപ്സ് മേ ബി ലൊക്കേറ്റഡ് അറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ് വിച്ച് ആർ ഫാർ ഫ്രം ദ സെൻട്രൽ സ്റ്റോർസ്. ഓക്കെ, അതായത് നമ്മുടെ സെൻട്രൽ സ്റ്റോറിൽ നിന്നും ഒത്തിരി അകലെ ചിലപ്പോൾ ഫാക്ടറീസോ വർക്ക്ഷോപ്സോ സൈറ്റ്സ് ഒക്കെ ഉണ്ടാകും. സോ ഇൻ ഓർഡർ ടു കീപ് ദ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്സ് ആൻഡ് ഹാൻഡ്ലിംഗ് ചാർജസ് ടു ദ മിനിമം ലെവൽ, സബ് സ്റ്റോർ ഷുഡ് ബി സിറ്റുവേറ്റഡ് നിയർ ടു ദ ഫാക്ടറി. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഈ സൈറ്റ് 1-ന് ഈ സെൻട്രൽ സ്റ്റോറും തമ്മിൽ ഒരു 20 കിലോമീറ്ററിൻ്റെ വ്യത്യാസമാണുള്ളത്. ഓക്കെ, എന്നാൽ ഇവർക്ക് രണ്ടുപേർക്കും കുഴപ്പമില്ല, 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഉള്ളൂ. അത് ഓക്കെ, അവർക്ക് സെൻട്രൽ സ്റ്റോറിന് തന്നെ ആശ്രയിക്കാം. എന്നാൽ ഈ സൈറ്റ് 1 എപ്പോഴും ഈ സെൻട്രൽ സ്റ്റോറിന് മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. പകരം അവർക്കൊരു സബ് സ്റ്റോർ ഉണ്ടാകും. ഓക്കെ, സബ് സ്റ്റോർ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ആ ഒരു സൈറ്റ് 1-ൻ്റെ അടുത്ത് തന്നെ ഒരു സബ് സ്റ്റോർ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ മൊത്തം സിസ്റ്റത്തിൽ ഇവർക്ക് രണ്ടുപേർക്കും സെൻട്രൽ സ്റ്റോറാണ് ആശ്രയിക്കേണ്ടത്. എന്നാൽ ഇവർക്ക് ഈ സൈറ്റ് 1-ന് ഒരു സബ് സ്റ്റോർ ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഇതിനെയാണ് നമ്മൾ സബ് സ്റ്റോർ അല്ലെങ്കിൽ ഇംപ്രസ് സ്റ്റോർ, സെൻട്രൽ സ്റ്റോർസ് വിത്ത് സബ് സ്റ്റോർസ് എന്ന് പറയുന്നത്. രണ്ടും കൂടെ ഒരുമിച്ച് വരുന്ന അങ്ങനെയുള്ള സിസ്റ്റത്തിലാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഓക്കെ, ഇനി ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ഇംപ്രസ് സ്റ്റോർ എന്ന് വിളിക്കുന്നത് നോക്കാം. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ ഇംപ്രസ് സ്റ്റോർ എന്ന് വിളിക്കാനുള്ള ഈ ഇംപ്രസ് സിസ്റ്റം ഓഫ് സ്റ്റോർസ് എന്ന് വിളിക്കാനുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ ഈച്ച് ഐറ്റം ഓഫ് മെറ്റീരിയൽസ് എ ക്വാണ്ടിറ്റി ഈസ് ഡിറ്റർമിൻ ആൻഡ് ദീസ് ഷുഡ് ബി കെപ്റ്റ് ഇൻ ദ സ്റ്റോക്ക് അറ്റ് ദ ബിഗിനിങ് ഓഫ് എനി പീരീഡ്. ഓക്കെ, അതായത് ആ സബ് സ്റ്റോറിൽ ഇത്രയും ഒരു എമൗണ്ട് ഓഫ് സ്റ്റോക്ക് അവരുടെ ആ ഒരു പീരീഡ് സ്റ്റാർട്ടിങ്ങിൽ, അതായത് ഇപ്പോൾ ചിലപ്പോൾ ഒരു ബിഗിനിങ് ഓഫ് ദി ഇയറിലായിരിക്കും, ആ ഇയർ ചിലപ്പോൾ ഫിനാൻഷ്യൽ ഇയർ ആയിരിക്കും, കലണ്ടർ ഇയർ ആയിരിക്കും, വാട്ട് എവർ ബി, ഒരു പീരീഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇത്രയും സ്റ്റോക്ക് ഉണ്ടാകാം. At the end of a period, the storekeepers of each sub-store will requisition from the central stores the quantity of the materials consumed to bring the stock up to the predetermined quantity. അതായത് ഫോർ എക്സാമ്പിൾ വിചാരിക്കുക, ഈ സൈറ്റ് 1-ന് ഉള്ള സബ് സ്റ്റോർ ഉണ്ടല്ലോ, അപ്പോൾ ആ സബ് സ്റ്റോറിലേക്ക് എല്ലാ വർഷവും സ്റ്റാർട്ടിങ്ങിൽ 100 യൂണിറ്റ് സാധനം, 100 യൂണിറ്റ് ഓഫ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ അത്രയും ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് ഉണ്ടാകണമെന്ന് ഒരു പ്രീഡിറ്റർമിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, മുൻപേ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ അത് യൂസ് ചെയ്ത് ആ പീരീഡിൻ്റെ അവസാനം എത്തുമ്പോൾ, ചിലപ്പോൾ ഈ പീരീഡ് എന്ന് പറയുന്നത് ഒരു മാസമായിരിക്കും, ചിലപ്പോൾ 2 ആഴ്ചയായിരിക്കും. അത് ഓരോ കൺസേൺ അനുസരിച്ചിട്ട് ഓരോ ഇതുകളനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പീരീഡിൻ്റെ എൻഡിൽ എന്തായാലും ഈ 100 എന്നുള്ളത് കുറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോൾ ഈ ഒരു സൈറ്റ് 1 എന്ന് പറയുന്നത് ഒരു മാസമാണ് ഒരു പീരീഡായിട്ട് കൺസിഡർ ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേനും ഈ 100 എന്നുള്ളത് 60 യൂണിറ്റ്സ് ആയി. ഓക്കെ, അപ്പം എന്താ ചെയ്യേണ്ടത്? ഈ സബ് സ്റ്റോറിൽ നമ്മുടെ സ്റ്റോർ കീപ്പർ ഉണ്ടാവുമല്ലോ, സ്റ്റോർ കീപ്പർ വിളിച്ച് പറയണം, സെൻട്രൽ സ്റ്റോറിലേക്ക് വിളിച്ച് പറയണം, ഞങ്ങൾക്കിപ്പോൾ 60 യൂണിറ്റേ ഉള്ളൂ, ഞങ്ങൾക്ക് ഇനി ഈ അടുത്ത പീരീഡ് സ്റ്റാർട്ട് ആവാറായി, ഈ പീരീഡ് എൻഡിൽ 60 യൂണിറ്റേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ അടുത്ത പീരീഡ് സ്റ്റാർട്ടിങ് ആകുമ്പോഴത്തേനും 100 എത്തിക്കണം, അതുകൊണ്ട് നിങ്ങൾ എക്സ്ട്രാ 40 യൂണിറ്റ്സ് ഞങ്ങൾക്ക് തരണം എന്ന് ആര് പറയും? സബ് സ്റ്റോറിലെ സ്റ്റോർ കീപ്പർ പറയും. ഓക്കെ, നമ്മൾ ഈ സെയിം രീതി അവിടെ കണ്ടിട്ടുണ്ട്, പെറ്റി ക്യാഷ് സിസ്റ്റത്തിൽ കണ്ടിട്ടുണ്ട് അല്ലേ? പെറ്റി ക്യാഷ് സിസ്റ്റത്തിൽ അങ്ങനെയല്ലേ, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇത്രയും എമൗണ്ട് മാറ്റി വെച്ചിട്ടുണ്ടാവും, പിന്നെയും ആ ഇയർ എൻഡിൽ അത് കുറയുമ്പോൾ നെക്സ്റ്റ് ഇയറിൽ എക്സ്ട്രാ എമൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കും, അങ്ങനെയല്ലേ ചെയ്തുകൊണ്ട് വരാറ്? സെയിം സാധനം തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അതുകൊണ്ട് പെറ്റി ക്യാഷ് സിസ്റ്റത്തിനെ നമ്മൾ ഇംപ്രസ് സിസ്റ്റം എന്ന് വിളിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെയും നമ്മൾ സെൻട്രൽ സ്റ്റോർസ് വിത്ത് സബ് സ്റ്റോർസിന് അല്ലെങ്കിൽ സബ് സ്റ്റോർസിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഇംപ്രസ് സിസ്റ്റം ഓഫ് സ്റ്റോർസ് കൺട്രോൾ എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് എൻഷുവേഴ്സ് എ പ്രോംപ്റ്റ് ഇഷ്യൂ ഓഫ് സ്റ്റോർസ്.
ഓക്കെ, ആവശ്യമുള്ള സമയത്തൊക്കെ നമ്മൾക്ക് ഈ ആവശ്യമുള്ള സാധനങ്ങൾ ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് കൺഫൈൻസ് അഡ്വാൻറ്റേജസ് ഓഫ് സെൻട്രലൈസ് സ്റ്റോഴ്സ് വിത്ത് സബ് സ്റ്റോഴ്സ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഡസ് നോട്ട് സാക്രിഫൈസ് സെൻട്രലൈസ് കൺട്രോൾ. അതായത് രണ്ട് ഇതിൻ്റെയും, അതായത് സെൻട്രലൈസ് സ്റ്റോഴ്സിൻ്റെ ആയാലും ഡീസെൻട്രലൈസ് സ്റ്റോഴ്സിൻ്റെ ആയാലും നല്ല ഗുണങ്ങൾ ഇവിടെ കിട്ടുന്നുണ്ട്. ഇറ്റ് റെഡ്യൂസസ് ഹാൻഡ്ലിംഗ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ്, കോസ്റ്റ് ഉറപ്പായിട്ടും കുറയ്ക്കുന്നുണ്ട്. ഇറ്റ് അവോയ്ഡ്സ് ദ മെയിൻ്റനൻസ് ഓഫ് എലാബറേറ്റ് ഇൻവെൻട്രി റെക്കോർഡ്സ്. കുറച്ച് സാധനങ്ങൾക്കുള്ള സൈറ്റ് വണ്ണിന് ആവശ്യമുള്ള സ്റ്റോഴ്സ് മാത്രമേ നമ്മളിവിടെ മെയിൻറ്റെയിൻ ചെയ്യണുള്ളൂ. അതുകൊണ്ട് തന്നെ ഇലാബറേറ്റ് ആയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും മെയിൻറ്റെയിൻ ചെയ്യേണ്ട, റെക്കോർഡ്സ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യേണ്ട. എന്നാലും വലിയ സെൻട്രൽ സ്റ്റോഴ്സിൽ ചെയ്യുന്ന പോലെ അത്രയും വലിയ റെക്കോർഡ്സ് ഒന്നും കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തത് നമ്മൾ പറയുന്നത് കൺട്രോൾ ഓഫ് ദ സ്റ്റോഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിന് താഴെയുള്ള ക്ലാസിഫിക്കേഷൻ ആൻഡ് കോഡിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ. ഓക്കെ, ഒരു മെറ്റീരിയൽ, പലതരം മെറ്റീരിയൽ നമ്മൾ സ്റ്റോഴ്സിൽ വയ്ക്കും അല്ലേ. അപ്പോൾ ഒത്തിരി വലിയ ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ ഒത്തിരി മെറ്റീരിയൽസ് ഉണ്ടാകും. അപ്പോൾ അതിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യണം, അതിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് എങ്ങനെയൊക്കെ കോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, കോഡിങ് ഓഫ് മെറ്റീരിയൽസ് അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മുന്നോട്ട് വരുമ്പോഴത്തേനും നോക്കാം. ഓക്കെ, ഇൻ കേസ് ഓഫ് ലാർജ് ഓർഗനൈസേഷൻസ് ദ നമ്പർ ആൻഡ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് യൂസ് ഇസ് കൺസിഡറബിൾ. അതായത് ഒരു ലാർജ് ഓർഗനൈസേഷൻ ആകുമ്പോൾ ഒത്തിരി മെറ്റീരിയൽസ് ഉണ്ടാകും, ഒത്തിരി ടൈപ്സ് ഉണ്ടാകും. ഓക്കെ, ഈച്ച് ഐറ്റം ഇസ് ഡിസ്റ്റിങ്വിഷ്ഡ് ആൻഡ് സ്റ്റോർഡ് സെപ്പറേറ്റ്ലി. ഓക്കെ, അതായത് നമ്മൾ വലിയൊരു ഓർഗനൈസേഷൻ ആകുമ്പോൾ ഉറപ്പായിട്ടും അത് ഓരോ മെറ്റീരിയലിൻ്റെ ടൈപ്പ് അനുസരിച്ചിട്ട് അത് ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഒത്തിരി പ്രശ്നം വരും അല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ ക്ലാസിഫൈ ചെയ്യാനുള്ള രീതികൾ. ഓക്കെ, ഇറ്റ്സ് ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫറെൻറ്റ് കാറ്റഗറീസ് അക്കോർഡിംഗ് ടു ദ നേച്ചർ ഓർ ടൈപ്പ്. ഓക്കെ, അവരുടെ ആ ഒരു മെറ്റീരിയലിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട്, വിച്ച് ഇസ് മൈൽഡ് സ്റ്റീൽ, ടൂൾ സ്റ്റീൽ, ബ്രാസ്, ബ്രോൺസ്, കോപ്പർ, ഗ്ലാസ്, ടിമ്പർ എക്സെട്ര. ഓക്കെ, അങ്ങനെ അവരുടെ നേച്ചർ അനുസരിച്ചിട്ട് നമുക്ക് ആദ്യം, അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയലിൻ്റെ ടൈപ്പ് അനുസരിച്ചിട്ട് നമുക്ക് ആദ്യം ക്ലാസിഫൈ ചെയ്യാം. ആൻഡ് ദെൻ അഗെയിൻ വിത്തിൻ സച്ച് ബ്രോഡ് ക്ലാസിഫിക്കേഷൻ ടു റൗണ്ട്സ്, ബാർസ്, സ്ട്രിപ്സ്, ആംഗിൾസ് എക്സെട്ര, അതിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ട്, അതിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് അനുസരിച്ചിട്ട് പിന്നെയും നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. There are two steps in the classification codification of materials. Determination of the number of items, their nature, other characteristics. ഒന്നാമത്തെ സാധനം. ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ദ ഐറ്റംസ് ഓഫ് കമ്പാരബിൾ നേച്ചർ ഓർ ടൈപ്പ് ഇൻ ടു സ്യൂട്ടബിൾ ഗ്രൂപ്പ്സ് ഓർ ക്ലാസ്സസ്. നമ്മളിവിടെ പറഞ്ഞ പോലെ തന്നെ ആദ്യം അവരുടെ നേച്ചർ ഓർ ടൈപ്പ് അനുസരിച്ചിട്ട്, ആദ്യം അവരുടെ ക്യാരക്ടറിസ്റ്റിക് അനുസരിച്ചിട്ടൊക്കെ നമ്മളതിനെ, ഇപ്പോൾ മൊത്തം സ്റ്റീല് അങ്ങനെയുള്ള മൊത്തം മെറ്റൽസിന് നമ്മളിങ്ങനെ മൈൽഡ് സ്റ്റീൽ, ടൂൾ സ്റ്റീൽ, ബ്രാസ്, ബ്രോൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി വെച്ചു. ഓക്കെ, ദെൻ അവരുടെ ഒരു കമ്പയറബിൾ നേച്ചർ. ഓക്കെ, ഇപ്പോൾ റൗണ്ടിലുള്ള സാധനങ്ങളൊക്കെ റൗണ്ട് എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷനിൽ വെച്ചു. ഇപ്പോൾ ബാർസ് എന്ന് പറയുന്ന എല്ലാ സാധനങ്ങളെയും നമ്മൾ ബാർസിൻ്റെ അടുത്ത് വെച്ചു. ഓക്കെ, അങ്ങനെ അവരുടെ കമ്പയറബിൾ ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് അടുത്ത സ്റ്റെപ്പ് ക്ലാസിഫിക്കേഷൻ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി കോഡിങ്ങിലേക്ക് വരുമ്പോൾ വേരിയസ് ക്ലാസ്സസ് ഓഫ് കോഡിങ്, എങ്ങനെയൊക്കെയാണ് നമുക്ക് മെറ്റീരിയൽസിന് കോഡിങ് ചെയ്യാൻ പറ്റുക. ദേ ആർ ഇൻ പ്രാക്ടീസ് ആൻഡ് ദ കോമൺ ടൈപ്സ് ആർ സ്റ്റേറ്റഡ് ബിലോ. കോമൺ ടൈപ്സ് ഓഫ് കോഡിങ് ആർ സ്റ്റേറ്റഡ് ബിലോ. ആൽഫബറ്റിക്കൽ സ്കീം. ഓക്കെ, ആൽഫബറ്റിക്കൽ സ്കീമിൽ ആൽഫബറ്റ്സ് ആർ ഓൺലി യൂസ്ഡ് ഫോർ കോഡിഫിക്കേഷൻ. ഇപ്പോൾ മൈൽഡ് സ്റ്റീൽ ഷീറ്റ്സ് എന്ന് പറയുന്നതിനാണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെയാണ് കോഡ് ചെയ്യുക, MSS എന്നുള്ള രീതിയിലാണ് കോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് വലിയൊരു ഓർഗനൈസേഷൻ ആകുമ്പോൾ നമ്മൾ ഈ മൈൽഡ് സ്റ്റീൽ ഷീറ്റ്സ് എന്ന് പറഞ്ഞു നീട്ടത്തിൽ എഴുതി വെക്കാനതിനും പകരം ഈ മൈൽഡ് സ്റ്റീൽ ഷീറ്റ്സിനെ MSS എന്ന് പറയുന്ന കോഡിൽ അങ്ങനെ ആക്കിയിട്ടാണ് അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. നമ്മൾ കണ്ടിട്ടില്ലേ ഈ ഹോട്ടലിലൊക്കെ നമ്മൾ ഒരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്യുമ്പോൾ CB എന്ന് അവർ പറയാം അല്ലേ, ഒരു പ്ലേറ്റ് CB എടുക്കുക, അങ്ങനെയാണ് മിക്ക സ്ഥലത്തും കേട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ അതും ഒരു ആൽഫബറ്റിക്കൽ സ്കീമാണ്. CB, ചിക്കൻ ബിരിയാണി എന്ന് പറയുന്നത് CB. ഓക്കെ, ഇനി അടുത്ത ഒരു സ്കീം എന്ന് പറയുന്നത് ന്യൂമറിക് ആണ്. അവിടെ എന്താണ്, ന്യൂമറിക്കൽസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ സ്റ്റീൽ എന്ന് പറയുന്ന ഒരു മെയിൻ സംഭവത്തിന് നമ്മൾ 300 എന്നാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, 300 ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ടാവും. മൈൽഡ് സ്റ്റീലിന് നമ്മൾ 310 കൊടുക്കും. ആൻഡ് മൈൽഡ് സ്റ്റീൽ ഷീറ്റ് മേ ബി കോഡഡ് ആസ് 311. മൈൽഡ് സ്റ്റീൽ ബാറിന് നമ്മൾ 312 അങ്ങനെയൊക്കെ കോഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ മെയിനായിട്ടുള്ള സംഭവത്തിന് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു നമ്പർ കൊടുത്തിട്ട് ബാക്കിയുള്ള നമ്പേഴ്സ് അതിൻ്റെ താഴെ വരുന്ന ഐറ്റംസിന് മാറ്റി കൊടുക്കും. അതാണ് ന്യൂമറിക് സ്കീം. ഡെസിമൽ സ്കീമിൽ എന്ത് സംഭവിക്കും, ഗ്രൂപ്പ്സ് ആർ റെപ്രസെൻറ്റഡ് ബൈ നമ്പേഴ്സ് ആൻഡ് ഡിജിറ്റ്സ് ആഫ്റ്റർ ദ ഡെസിമൽ ഇൻഡിക്കേറ്റ് സബ് ഗ്രൂപ്പ്സ് ഓഫ് ഐറ്റംസ്. ഓക്കെ, അതായത് ഇഫ് ദ സ്റ്റീൽ ഇസ് കോഡഡ് ആസ് 3.00. ഓക്കെ, സ്റ്റീൽ എന്ന് പറയുന്ന മെയിൻ സംഭവമാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഹോൾ ഗ്രൂപ്പിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഈ സ്റ്റീൽ എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റീൽ ഉണ്ട്. അപ്പോൾ മൊത്തം സ്റ്റീലിന് 3.00 എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ മൈൽഡ് സ്റ്റീലിന് 3.10. ഓക്കെ, ആ 10 എന്ന് പറയുന്നത് മൈൽഡ് സ്റ്റീലിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ മൈൽഡ് സ്റ്റീൽ ഷീറ്റിന് നമ്മൾ ചിലപ്പോൾ 311 എന്നായിരിക്കും കോഡ് ചെയ്യുന്നത്. ഓക്കെ, മൈൽഡ് ഷീറ്റ് ബാറിനെ നമ്മൾ 3.12 എന്നായിരിക്കും കോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഡെസിമൽ പാർട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, ആ ഒരു സബ് ഗ്രൂപ്പിനെയാണ്. 3 എന്ന് പറയുന്നത് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, സ്റ്റീൽ എന്ന് പറയുന്ന മെയിൻ ഗ്രൂപ്പിനെയാണ്.
ഓക്കെ, ഇനി ബ്ലോക്ക് സ്കീം. In this case, block of number are allotted for classification of specific groups. അതായത് ഒരു ബ്ലോക്ക് ഓഫ് നമ്പേഴ്സ് ഓരോന്നിനും അലോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. 1 to 999 may be reserved for raw materials. ഒരു വലിയൊരു ഓർഗനൈസേഷനിൽ 1 to 999 raw materialsനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. 1000 to 1999 for stores and spares. 2000 to 2999 for finished goods. അപ്പോൾ ഓരോ ബ്ലോക്കും ഓരോ മെറ്റീരിയൽസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതിനെയാണ് നമ്മൾ ബ്ലോക്ക് എന്ന് പറയാം. കുറേ നമ്പേഴ്സ് ഉണ്ടാവും, 1 to ഒരു നമ്പർ തൊട്ട് ഇത്രയും നമ്പർ വരെ, അത് റോ മെറ്റീരിയൽസിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അടുത്ത നമ്പർ തൊട്ട് അടുത്ത നമ്പർ വരെ അത് വേറൊരു സംഭവത്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആ ഒരു രീതിക്കാണ് ബ്ലോക്ക് സ്കീം വരുന്നത്. കോമ്പിനേഷൻ സ്കീം ആണെങ്കിലോ, ഇറ്റ് കണ്ടെയ്ൻസ് ബോത്ത് ആൽഫബറ്റിക് ആൻഡ് ന്യൂമറിക് സ്കീംസ്. ഓക്കെ, രണ്ടും ഉണ്ടാവും. ഇപ്പോൾ മൈൽ സ്റ്റീലിന് നമ്മൾ MS എന്നാണ് കോഡ് ചെയ്യുന്നതെങ്കിൽ, ആൻഡ് ദ ഷീറ്റ്സ്, ബാർസ്, സ്ട്രിപ്സ്, റൗണ്ട്സ് ഓഫ് മൈൽ സ്റ്റീൽ മേ ബി കോഡഡ് ആസ് MS01, MS02, MS04. അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ അതിൻ്റെ സബ് ഗ്രൂപ്പ്സിനെ നമ്പർ ഇട്ടും കൂടെ ആഡ് ചെയ്യുന്നു. ഓക്കെ, അതിനെയാണ് നമ്മൾ കോമ്പിനേഷൻ സ്കീം എന്ന് പറയുക. ഇതാണ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് സിസ്റ്റം. ഓക്കെ, കാരണം ഇതിന് നമ്മുടെ ആൽഫബറ്റിക്കിൻ്റെയും ന്യൂമറിക്കിൻ്റെയും അഡ്വാൻറ്റേജസ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആൻഡ് കോഡിഫിക്കേഷൻ ഓഫ് മെറ്റീരിയലാണ്. It helps in easy identification and location of the materials. നമുക്കറിയാം, വലിയൊരു ഓർഗനൈസേഷനിൽ പോയിട്ട് ഒരു മൈൽ സ്റ്റീൽ എവിടെയായിരിക്കണം എന്ന് തപ്പാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റില്ല. ഓക്കെ, അത് ചിലപ്പോൾ നമ്മളിങ്ങനെ ക്ലാസിഫൈ ചെയ്ത് കോഡിഫൈ ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലാതെ ഇങ്ങനെ ഇത്രയും എമൗണ്ട് ഓഫ് മൈൽ സ്റ്റീൽ എടുത്തിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലയിടത്തും എറിഞ്ഞിട്ടിട്ടുണ്ടെങ്കിൽ അതെടുത്തുകൊണ്ട് വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ക്ലാസിഫിക്കേഷനും കോഡിഫിക്കേഷനും ഓഫ് മെറ്റീരിയൽസ് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. It minimizes the recording of the nature or type of the materials with detailed description. നമ്മൾ ഈ മൈൽ സ്റ്റീൽ ഷീറ്റ് എന്നൊക്കെ പറഞ്ഞ് ഓരോന്നും നീട്ടി വലിച്ച് എഴുതുന്നതിന് പകരം നമ്മൾക്ക് ഇങ്ങനെ ഓരോ കോഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് എഴുതി തീർക്കുകയും ചെയ്യാം. വലിയ ഡിസ്ക്രിപ്ഷൻ്റെ ആവശ്യമില്ല, എന്നാൽ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. കോഡിഫിക്കേഷൻ ഇസ് മസ്റ്റ് ഇൻ ദ കേസ് ഓഫ് മെക്കനൈസേഷൻ ഓഫ് ദ സ്റ്റോർസ് അക്കൗണ്ടിങ്. ഓക്കെ, ഇപ്പോൾ ഒക്കെ മെക്കനൈസേഷൻ ഓഫ് സ്റ്റോർസ് അക്കൗണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ പോലെയല്ല ഇപ്പോഴത്തെ സ്റ്റോർസ് ഒക്കെ. ഒത്തിരി എന്താ പറയുക, പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള സംഭവങ്ങളിൽ നിന്ന് മാറി ഇപ്പോൾ കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്ത് തുടങ്ങി അല്ലേ. അപ്പോൾ അതിനകത്ത് കോഡിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ മെറ്റീരിയലിനും ഒരു കോഡ് ഉറപ്പായിട്ടും നമ്മൾ കൊടുക്കുന്നുണ്ടാകും. ദെൻ ദ മെത്തേഡ് ഇസ് സിമ്പിൾ ടു ഓപ്പറേറ്റ് ആൻഡ് സേവ്സ് ടൈം ആൻഡ് മണി in respect of both physical location or identification of materials as well as recording of the materials. Okay, എല്ലാത്തിനും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇറ്റ് സേവ്സ് ടൈം ആൻഡ് മണി. എല്ലാ കാര്യങ്ങളും കുറച്ചുകൂടെ ഈസി ആക്കും നമ്മുടെ ഈ ക്ലാസിഫിക്കേഷൻ ആൻഡ് കോഡിഫിക്കേഷൻ വഴി. ഓക്കെ, ആഫ്റ്റർ ദ മെറ്റീരിയൽ ക്ലാസിഫിക്കേഷൻ ആൻഡ് കോഡിഫിക്കേഷൻ is done for all the materials. For each material code, we have to fix the minimum level, maximum level, reorder level, and reorder quantity. It is the storekeeper's responsibility to ensure inventory of any material is maintained between the minimum level and maximum level. ഓക്കെ, അതായത് ഈ കോഡിഫിക്കേഷനും ക്ലാസിഫിക്കേഷനും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ മെറ്റീരിയൽ കോഡിനും മിനിമം ലെവലും മാക്സിമം ലെവലും റീഓർഡർ ക്വാണ്ടിറ്റിയൊക്കെ ഫിക്സ് ചെയ്യും. ഇതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ കാണും. ഓക്കെ, അപ്പോൾ ഇത്രയും വരെയാണ് നമ്മൾ ഈ ഒരു പാർട്ട് ഓഫ് മെറ്റീരിയൽ കോസ്റ്റിൽ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്, പാർട്ട് 5. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കി? നമ്മൾ സെൻട്രലൈസ് സ്റ്റോർസ്, ഡീസെൻട്രലൈസ് സ്റ്റോർസ്, അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് സ്റ്റോർസ് നോക്കി, നമ്മുടെ ക്ലാസിഫിക്കേഷൻ ആൻഡ് കോഡിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ് നോക്കി. അതുപോലെ തന്നെ അതിനു മുമ്പുള്ള നമ്മുടെ മെറ്റീരിയൽ സ്റ്റോറേജ് ആൻഡ് കൺട്രോളും ഡ്യൂട്ടീസ് ഓഫ് സ്റ്റോർ കീപ്പറും കണ്ടു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.